ഭാര്യമാരുടെ ശ്രദ്ധയ്ക്ക്. ആരോ എഴുതിയതാണ്. കണ്ടപ്പോൾ ഇത് വളരെയധികം സത്യസന്ധമായി തോന്നി. അല്ല, ഇത് തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരു സ്ത്രീ പെരുമാറിയാൽ ആ കുടുംബം സന്തോഷകരമായിരിക്കും. തീർച്ച. കടപ്പാട്. എഴുതിയ ആളോട് ഒപ്പം നന്ദിയും. 1. ഭർത്താവിനോട് ഒച്ചത്തിൽ സംസാരിക്കരുത്. അത് അവനെ വളരെയധികം വേദനിപ്പിക്കും. 2. നിന്റെ ഭർത്താവിനെ മറ്റൊരു പുരുഷനുമായി താരതമ്യം ചെയ്യരുത്. താരതമ്യം ചെയ്യുന്ന പുരുഷൻ അവൻ നല്ലതായിരുന്നെങ്കിൽ ദൈവം അവനെ നിനക്ക് നൽകിയേനെ. 3. ഭർത്താവിനെക്കുറിച്ച് ആരോടും മോശമായി പറയരുത്. നീ അവനെ എന്ത് വിളിക്കുന്നോ അത് അവനായി തീരും. 4. അവൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. അത് വ്യഭിചാരം ആണ്. 5. രതിക്ക് വേണ്ടി അവൻ നിന്നോട് യജിക്കുവാൻ വേണ്ടി നിൽക്കരുത്. അവൻ്റെ ശരീരത്തിന്മേൽ നിനക്കുള്ള അവകാശം പോലെ തന്നെ നിന്റെ ശരീരത്തിന്മേലുള്ള അവകാശം അവനുള്ളതാണ്. 6. മൃദുവായും സമചിത്തതയോടും കൂടി വേണം പെരുമാറാൻ. ഭർത്താവിനോട് മോശമായി പെരുമാറുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. അതിനാൽ അവനോട് മൃദുത്വം പാലിക്കുക. 7. ഭർത്താവിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാതിരിക്കുക. രണ്ടുപേരുടെയും ഇടയിൽ ഒരു രഹസ്യവും സൂക്ഷിക്കാതിരിക്കുക. 8. ഭർത്താവിൻ്റെ ആരോഗ്യമുള്ള കാലത്ത് മാത്രം അവനെ സ്നേഹിച്ചാൽ പോരാ. അവൻ്റെ വാർദ്ധക്യത്തിലും അവനെ സന്തോഷിപ്പിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യണം. 9. സമൂഹത്തിനിടയിൽ വെച്ചോ കുട്ടികളുടെ മുമ്പിൽ വെച്ചോ ഭർത്താവിനോട് ഒച്ച വയ്ക്കുന്നത് നല്ലതല്ല. പരസ്പരം പ്രശ്നമുണ്ടെങ്കിൽ അത് രഹസ്യത്തിൽ പറഞ്ഞ് തീർക്കുക. 10. അവൻ ചെയ്യുന്ന നല്ല സകല പ്രവൃത്തിക്കും അവനെ പ്രശംസിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. അവൻ ചെയ്യുന്ന സഹനത്തെയും ത്യാഗത്തെയും നമ്മൾ അംഗീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. 11. ഭാര്യമാരുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിമാർക്ക് സ്വന്തം ഭർത്താവിനേക്കാളും സ്ഥാനം കൊടുക്കരുത്. അവൻ നിന്റെ ഭർത്താവാണ്. അവനും നീയും ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തെക്കാളും പ്രാധാന്യം നിന്റെ ഭർത്താവിന് കൊടുക്കണം. 12. ആത്മീകമായി വളരുവാൻ ആത്മീക കാര്യങ്ങൾ അവനിൽ നിക്ഷേപിക്കുക. 13. കഴിവതും ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. 14. എല്ലാ കാലവും നീ ഭർത്താവിന് നല്ല ജീവിത പങ്കാളിയും അടിമയും ആയിരിക്കണം. 15. ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാനും വിനോദത്തിനും ഉല്ലാസത്തിനും സമയം കണ്ടെത്തണം. ഓർക്കുക, നീ മരിച്ചാൽ നിന്റെ ഓർത്ത് വിലപിക്കാൻ അവൻ മാത്രമേ കാണൂ. ബാക്കിയുള്ളവരെല്ലാം വളരെ തിരക്കിലായിരിക്കും. ഒന്ന് വന്ന് കാണുവാൻ കൂടി സമയം കാണില്ല മറ്റുള്ളവർക്ക്. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് വേറെ വല്ലവളുടെ പുറകെ പോകും എന്ന് ഓർക്കുക. ഇത് എഴുതിയ ആൾക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുകയാണ്.